തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന് പിന്നാലെ തിരുവനന്തപുരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഭാരതീയ ജനതാ പാർട്ടി. എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ അരയും തലയും മുറുക്കിയുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് BJP. വിശദാംശങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയമാണ് പലയിടങ്ങളിലും BJP NDA സ്വന്തമാക്കിയത്. പ്രത്യേകിച്ച് അനന്തപുരി പിടിച്ചെടുത്തത് വലിയ ആത്മവിശ്വാസം തന്നെയാണ് BJPക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് NDA പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞത്, അല്ലേ? തീർച്ചയായും KP, തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മിന്നും വിജയം അത് വലിയ തരത്തിലുള്ള ആത്മവിശ്വാസമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം തന്നെ പ്രവർത്തകർക്കും നൽകുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏറെ പ്രതീക്ഷയോടുകൂടി കാണുന്നതാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയം അത് തിരുവനന്തപുരം നഗരസഭയിൽ BJPക്ക് ഒരു മേയർ പിറന്നിരിക്കുകയാണ്. ആ മേയറുടെ നേതൃത്വത്തിൽ ഭരണം തന്നെയാണ് ആദ്യ നാളുകളിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അടുത്ത 5 വർഷം തിരുവനന്തപുരം നഗരസഭയ്ക്ക് എന്താണ് വേണ്ടത്, വികസനങ്ങൾ ഏത് മേഖലയിലേക്കാണ് വേണ്ടത്, സമത്വമായിട്ടുള്ള, അതായത് താഴെത്തട്ടിലും എല്ലാ വിഭാഗം ജനങ്ങൾക്കും അത്തരത്തിലുള്ള ഗുണങ്ങൾ, അതായത് നഗരസഭയുടെ പ്രവർത്തനത്തിൽ നിന്ന് ഗുണങ്ങൾ, വികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ, അതിന്റെ ഗുണങ്ങൾ അവർക്ക് ലഭിക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിംഗ് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കാഴ്ചവെച്ച നഗരസഭയിലുണ്ട്. അതേ മാതൃക പിന്തുടർന്നുകൊണ്ട് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും മികച്ച വിജയം കൈവരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തന്നെയാണ് NDAയുടെ തീരുമാനം. A ക്ലാസ് മണ്ഡലങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ ആരംഭിക്കും. ഒപ്പം തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിംഗ്, അല്ലെങ്കിൽ എന്താണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലും ഒപ്പം തന്നെ തിരുവനന്തപുരത്തും കാഴ്ചവെക്കാൻ പോകുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിരുന്നു. അതായത് മാറാത്തത് മാറും, വികസിത അനന്തപുരി എന്ന ആശയം അത് ജനങ്ങളിലേക്ക് എത്തി. BJP സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു പ്രചാരണത്തിന് വലിയ തരത്തിലുള്ള പിന്തുണ തന്നെയാണ് പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചതും. എന്താണ് ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾക്ക് നൽകാൻ പോകുന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ട് ഉള്ളൊരു പ്ലാനിംഗ് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അത്തരത്തിലുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി തന്നെയായിരിക്കും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇറങ്ങുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കാത്തതുണ്ട്, കുടിവെള്ള പ്രശ്നം, തെരുവുനായ പ്രശ്നം, അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിദാരിദ്ര്യമുക്തമെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ പാഴ്വാക്കാണെന്ന് നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ പലതരത്തിലുള്ള ക്ഷേമ പദ്ധതികൾക്കായിട്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള ഫണ്ട്, അതായത് നബാർഡ് മുഖേനയ്ക്ക് അനുവദിച്ചിട്ടുള്ള 900 കോടി രൂപയുടെ ഫണ്ടുകൾ വിനിയോഗിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വരുത്തിയ വീഴ്ച നിയമസഭാ മണ്ഡലങ്ങളിലടക്കം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്ക മണ്ഡലങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തൊരു പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ക്ഷേമ പെൻഷനുകളടക്കം കൃത്യമായി നൽകാൻ സാധിക്കാത്ത സംസ്ഥാന സർക്കാർ, തിരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വോട്ട് രാഷ്ട്രീയം, ഇതൊക്കെ വലിയ തരത്തിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല, ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് എത്തിയത്. അദ്ദേഹം കൗൺസിലർമാരുമായും BJP നേതാക്കന്മാരുമായി സംസാരിക്കുകയും മാധ്യമങ്ങളുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കൃത്യമായിട്ടുള്ളൊരു വിലയിരുത്തൽ, അതായത് കേരളത്തിന് എന്താണ് വേണ്ടതിന് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കേന്ദ്ര സർക്കാരിനുണ്ട്. ഒരിക്കലും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ, അതായത് കേരളത്തിനെ കൈവിടുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഈ കേന്ദ്രത്തിന്റെ കരുതൽ അത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളും തിരിച്ചറിയുന്നത്. അമിത്ഷാ വന്നു, ഇനി 23-ന് പ്രധാനമന്ത്രി, പ്രധാന സേവകനും അനന്തപുരിയുടെ മണ്ണിലേക്ക് എത്തുകയാണ്. ഇതൊക്കെ വലിയ വലിയ ആത്മവിശ്വാസം, വലിയ പ്രതീക്ഷയും തന്നെയാണ് നൽകുന്നത്, അല്ലേ? തീർച്ചയായും KP, ഈ മാസം 23-ന്, അതായത് അടുത്ത ആഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. അദ്ദേഹം എത്തുന്നതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിന് എന്താണ് ഭാരതീയ ജനതാ പാർട്ടി കാത്തുവച്ചിരിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ, അതായത് 2026 പ്ലാനിംഗ്, അതുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രഖ്യാപനമൊക്കെ വരാനും സാധ്യതയുണ്ടെന്നാണ് നമുക്ക് BJP കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വരവും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം വന്ന് ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഒപ്പം തന്നെ ഈ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയവും അത് ഗ്രാമപഞ്ചായത്തുകളിൽ വരുത്തിയ മാറ്റങ്ങളും, ഒപ്പം തന്നെ ജനങ്ങൾ BJP മനസ്സിലാക്കുന്നു, BJPയുടെ വികസന ലക്ഷ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ വലിയ പങ്കാളിത്തത്തോടുകൂടി, അതായത് മികച്ച വിജയങ്ങൾ നേടി, മിന്നം വിജയം നേടിയ ചില വാർഡുകൾ, മിക്ക വാർഡുകളുമുണ്ട്. ആ വാർഡുകളിലെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും നടക്കുക. കഴക്കൂട്ടം, അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് പോലുള്ള മണ്ഡലങ്ങൾ ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ജനങ്ങളുടെ ചിന്ത മാറിയത് ഒപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാർ പറയുന്ന പാഴ്വാക്കുകൾ അത് പാഴ്വാക്കുകളാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞതാണ് ഇക്കഴിഞ്ഞു പോയ 10 വർഷം. സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പല പദ്ധതികളുടെയും കേന്ദ്ര വിഹിതം കൊണ്ടാണ് അത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് ജനങ്ങൾക്ക്
ബോധ്യപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ അത് തദ്ദേശ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചതാണ്. ഇത് വീണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇനി നോക്കിക്കാണുന്ന സ്ഥാനാർത്ഥികൾ ആരായിരിക്കും, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ആരായിരിക്കും, പ്രധാനമന്ത്രി തന്നെ ആയിരിക്കുമോ നടത്തുക എന്നുള്ള ആകാംക്ഷയിലൊക്കെ തന്നെയാണ്. എന്തായാലും പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശത്തിലാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയം നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ്. KP. യെസ്, അത്തരത്തിലുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ്, പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യയെ. MS വീണയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ.